ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലേന്ദ്രന്റെ അടുത്തേക്ക് അലീന യാത്ര പറയാനായിട്ട് വരികയാണ്. ആ വരുന്ന സമയത്ത് ബാലേന്ദ്രൻ പല രീതിയിൽ അലീന പോകാതെ ഇരിക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അലീന നിർബന്ധമായിട്ടും പോകും എന്നുള്ളൊരു നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെയാണ് അലീനയ്ക്ക് താക്കോല് കൊടുക്കുന്നത് ബാലേന്ദ്രൻ. നീ ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ നേരെയാവുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് ഈ വീട്ടിലെ എല്ലാത്തിൻ്റെയും പ്രശ്നങ്ങൾ കാരണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയാൽ ശരിയാവും, ഉറപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് തൊഴു കൈകളോടെ അലീന പറയാണ് കേട്ടോ, ഞാൻ പോകട്ടെ എന്ന്. അങ്ങനെ ബാലേന്ദ്രൻ പോകാനായിട്ട് സമ്മതിക്കുകയാണ്. ഈ വഴക്കിൻ്റെ ഇടയിലിട്ട് എന്നെ നിങ്ങൾ വട്ടം കറക്കരുതെന്ന് പറഞ്ഞിട്ടാണ് അലീന പറയുന്നത്. അങ്ങനെ അവസാനം ആ താക്കോല് ബാലേന്ദ്രൻ അലീനയുടെ കൈ കൊടുക്കുകയാണ്. അങ്ങനെ അലീന സങ്കടത്തോട് കൂടിയിട്ട് തന്നെ പോകാണ് കേട്ടോ, തിരിയാണ് അങ്ങോട്ട്. അങ്ങനെ സോറി സാർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അലീന തിരിയുന്നത്. അങ്ങനെ തിരിയുന്ന സമയത്താണ് ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ അലീന പോകാതിരിക്കാനായിട്ടുള്ള അവസാന തടവെടുക്കുകയാണ് കേട്ടോ. ആ ഒരു ഫോണിൽ ആ ഒരു വാട്സപ്പിൽ ആ ഒരു സന്ദേശം, അതായത് നമ്മൾ രേവതിക്കുട്ടി അലീനയും കൂടി സംസാരിക്കുന്ന ആ ഒരു വോയിസ് ക്ലിപ്പ് അലീന കേൾക്കണ രീതിയിൽ പ്ലേ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നത് വൈജയന്തിനെ കുറിച്ചാണല്ലോ, നിങ്ങൾ പ്രസവിച്ച മോളാണ് ഞാൻ 22 വർഷം മുമ്പ് എന്നൊക്കെ പറയുന്നത് അലീന കേൾക്കുമ്പോൾ അലീന ആകെ ഞെട്ടിത്തരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അലീനയ്ക്ക് മനസ്സിലാവുന്നത് ബാലചന്ദ്രൻ്റെ ഈ മാറ്റത്തിന് പിന്നിലുള്ള ഒരു കാരണം ഈ ഒരു സംഭവമാണ്. വൈജയന്തി പ്രസവിച്ചത് തന്നെയാണ്, താൻ വൈജയന്തിയുടെ മകളാണ് എന്നുള്ള തിരിച്ചറിവിലാണ് വൈജയന്തിനെ ബാലേന്ദ്രൻ അകറ്റി നിർത്തിയിരിക്കുന്നത്. മാത്രമല്ല എല്ലാ കാര്യങ്ങളും ബാലേന്ദ്രൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് തന്നോട് ഇടയ്ക്കിടയ്ക്ക് ബ്രിജിത്താമര കാര്യവും അതുപോലെ അനാഥാലയത്തിലെ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്ന് കുത്തി ചോദിച്ചതെന്നുള്ള കാര്യം അലീനയ്ക്ക് അങ്ങനെ മനസ്സിലാവാണ് കേട്ടോ. അലീന അവിടെ നിന്ന് പൊട്ടി കരയാണ്. അങ്ങനെ ബാലേന്ദ്രനായിട്ട് എന്നിട്ട് അലീനയുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, എന്താ ഇപ്പം മനസ്സിലായില്ലേ നിനക്ക് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന കരയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ബാലചന്ദ്രൻ്റെ ജീവിതമാണ് ഇവിടെ നശിച്ചത്, ഇല്ലാണ്ടായത്. നീ പക്ഷെ അറിഞ്ഞുകൊണ്ടാണല്ലോ ഈ വീട്ടിലേക്ക് വന്നത്. നിന്റെ അമ്മനെയും കൂടപ്പിറപ്പുകളെ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ടല്ലേ നീ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് നീ എൻ്റെ മുന്നിൽ അഭിനയിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അലീന കരയാണ് കേട്ടോ. സാർ ഞാൻ എന്ന് പറയാണ് കേട്ടോ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഇതൊന്നും എന്ന് പറയുമ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, നീ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വീട്ടിലേക്ക് കയറി വന്നത്. ഇപ്പം നീ അറിഞ്ഞുകൊണ്ട് തന്നെ തിരികെ പോകുന്നുണ്ടെങ്കിൽ, നീ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രശ്നം തീരുമെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ തെറ്റിദ്ധാരണയാണ്. നീ പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ കൂടെയുള്ളൂ. ഉറപ്പായിട്ടും ഈ കുടുംബം ചിന്നിച്ചിതറി ഇല്ലാതായി പോകും. അപ്പോൾ നീ പോകണോ പോണ്ടേ എന്നുള്ള കാര്യം നീ തന്നെ തീരുമാനിച്ചാൽ മതി എന്ന് പറയാൻ കേട്ടോ. അലീനയ്ക്കാണെങ്കിൽ വേറെ ഒരു നിവൃത്തിയില്ലാതാവാണ് കേട്ടോ. കാരണം ബാലചന്ദ്രൻ സത്യങ്ങളൊക്കെ അറിഞ്ഞ നിലയ്ക്ക് ഇനി പോയിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രനും വൈജയന്തിയും തമ്മിലുള്ള അകൽച്ച കൂടും, ഈ കുടുംബം രണ്ടായി മാറും. അതുകൊണ്ട് തന്നെ അലീന നേരെ താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് വൈജയന്തിക്ക് താക്കോല് കൊടുക്കുകയാണ്. എന്നിട്ട് താക്കോല് കൊടുത്തിട്ട് വൈജയന്തിയോട് പറയാണ്, എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കരുത് മാഡം എന്ന് പറയാം കേട്ടോ. നീ എന്താടി പറഞ്ഞത്? നീ ഇത്രയും നേരം പറഞ്ഞിരുന്നത് നീ പൊക്കോളാന്നല്ലേ, എന്നിട്ടിപ്പോൾ നീ എന്താ ഈ തീരുമാനം മാറ്റിയതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്നോടൊന്നും ചോദിക്കരുത് മാഡം, എനിക്ക് പോകാൻ കഴിയൂല എന്ന് പറയാൻ കേട്ടോ. അതേ എൻ്റെ അടുത്ത് അടവെങ്ങാൻ ഇറക്കിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ മര്യാദയ്ക്ക് ഇവിടെ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളാം. നീ രാവിലെ പെട്ടി കിടക്കൊക്കെ ആയിട്ട് ഇറങ്ങിയതല്ലേ പോകാനായിട്ട്, എന്നിട്ടിപ്പോൾ താക്കോല് ചോദിക്കാൻ വന്നപ്പോൾ നിന്റെ രൂപം മാറിയല്ലോ. നിന്റെ മനസ്സ് മാറാനായിട്ട് മാത്രം എന്താണ് നിന്നോട് ബാലേന്ദ്രൻ പറഞ്ഞത്? നീയും ബാലേന്ദ്രൻ തമ്മിലുള്ള രഹസ്യം എന്താണ് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് പോകാൻ കഴിയില്ല, എന്നെ ദൈവത്തോർത്ത് ഇവിടുന്ന് പറഞ്ഞയക്കരുത്, ഞാൻ ഈ വീട്ടിലെ പണികളെല്ലാം എടുത്തോളാം, ഞാൻ നിനക്ക് യാതൊരു വിധത്തിലുള്ള ഉപദ്രവം ഉണ്ടാക്കൂല, പക്ഷെ എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കരുത്, പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം കൂടുതൽ വഷളാവുകയുള്ളൂ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പം നമ്മളെ വൈജയന്തി പറയാണ്, ഇല്ല നിന്നെ ഞാൻ ഈ വീട്ടിൽ വെച്ച് പൊറപ്പിക്കൂല, നിന്നെ ഈ നിമിഷം തന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കും, ഒരെണ്ണം വെച്ച് തരുമെന്ന് പറഞ്ഞിട്ട് കൈ ഓങ്ങാണ് കേട്ടോ അലീനനെ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും മുകളിൽ നിന്ന് ബാലേന്ദ്രൻ പറയാണ്, തൊട്ടുപോകരുത് അവളെ എന്ന് പറയാൻ കേട്ടോ. അപ്പം അലീനെ തല്ലാൻ ചെന്നപ്പോഴാണ് ബാലേന്ദ്രൻ അങ്ങനെ പറയുന്നത്. നേരെ ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് വൈജയന്തി വെല്ലുവിളിക്കുകയാണ്, ഇവളെ ഈ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞയച്ചിരിക്കും, അല്ലെങ്കിൽ ഞാൻ വൈജയന്തി അല്ല എന്ന് പറയും. നിന്റെ പേരുണ്ടല്ലോ വൈജയന്തി എന്നുള്ള പേര്, അതേ കൊല്ലപ്പള്ളിയെ പട്ടിക്കിട്ടോ, എന്നാലും കുഴപ്പമില്ല, അലീനനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാനായിട്ട് നിങ്ങൾക്ക് ഒരാൾക്കും അവകാശമില്ല, അത് നടക്കില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അലീന സങ്കടത്തോട് കൂടിയിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. പിന്നെ നമ്മളെ രാജീവനെ വിളിക്കുകയാണ് കേട്ടോ വൈജയന്തി. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായി അവിടുത്തെ കാര്യങ്ങൾ? താക്കോല് കിട്ടിയോ? താക്കോലൊക്കെ കിട്ടി. എന്നിട്ട് എന്താ തടസ്സം? താക്കോലുണ്ടെങ്കിൽ ഡോറ് തുറന്ന് അവളെ പറഞ്ഞയക്കി എന്ന് പറയും കേട്ടോ. പറഞ്ഞയക്കാനൊന്നും പറ്റൂല. അതെന്താ?
അതെന്താ പറഞ്ഞയക്കാൻ പറ്റാത്തതെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ മനുണ്ട് കമലയുണ്ട്. അപ്പോൾ പറഞ്ഞയക്കാനായിട്ട് അവൾ പോകണ്ടേ? പോകണ്ടേന്നോ? എന്താ അവൾ പോകാനായിട്ട് റെഡിയായി നിന്നല്ലേ നീ പറഞ്ഞത്? അതെ, പോകാനായിട്ട് ഒക്കെ പാക്ക് ചെയ്ത് എല്ലാം കൊണ്ട് വന്നതല്ലേ, ഡോറിൻ്റെ അവിടെ വരെ വന്നതാണ് പോകാനായിട്ട്. താക്കോല് ചോദിക്കാനായിട്ട് ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് അവൾ പോയതാണ്. പക്ഷേ പോയ ആളല്ല തിരികെ വന്നത്. അവൾ കരഞ്ഞു നിലവിളിച്ചുകൊണ്ടാണ് താക്കോലും കൊണ്ടുവന്നത്. എന്നിട്ട് അവൾ എൻ്റെ കാല് പിടിച്ച് പറയാണ് എന്നെ പറഞ്ഞയക്കരുതേന്ന്. ഇതിൻ്റെ പിന്നിൽ എന്തോ ചതിയുണ്ട് രാജീവ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രാജീവ് പറഞ്ഞു അത് ശരിയാണ് നീ പറഞ്ഞത്. അങ്ങനെ അവൾ പോയതിന് ശേഷം, ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് പോയതിന് ശേഷം അവൾ പോകുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തോ കാര്യമുണ്ട്. അതെന്തായാലും അറിഞ്ഞിട്ടേ, രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഇനി വേറെ എന്തോ ഉള്ളൂ. ഉറപ്പായിട്ടും ഇന്നത്തെ ദിവസം തന്നെ ഞാൻ അവൾ അവിടെ നിന്ന് പറപ്പിക്കും എന്നൊക്കെ രാജീവൻ വൈജയന്തിയോട് പറയുകയാണേ. വൈജയന്തി ആണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രാജീവൻ ഇങ്ങോട്ട് വരണം. ഇനി ഇത് വെച്ച് കുറിപ്പിക്കാൻ കഴിയില്ല. ഇവള് അലീന ഈ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എത്രയും പെട്ടെന്ന് തന്നെ അവളിവിടുന്ന് പറഞ്ഞയക്കണം. അങ്ങനെ ബാലേന്ദ്രനെ ജയിക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ രാജീവിനോട് പറയാം. അപ്പോൾ രാജീവൻ പറഞ്ഞു ശരി, ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വരാം, നീ വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ മനു ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കാൻ കേട്ടോ. അവൾ പോകാൻ തയ്യാറായിട്ട് വന്നതാണ്. താക്കോല് ബാലേന്ദ്രൻ്റെ അടുത്ത് പോയിട്ട് വാങ്ങിച്ചു വന്നതിന് ശേഷം അവൾ പോകാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ കമൽ ചോദിക്കുന്നത് അതെന്താ അങ്ങനെ എന്ന് ചോദിക്കണ്ട. അറിയില്ല, ബാലേന്ദ്രനും അവളും തമ്മിൽ എന്തോ രഹസ്യമുണ്ട്. അതുകൊണ്ടല്ലേ ബാലേന്ദ്രൻ്റെ റൂമിൽ പോയി വന്നതിന് ശേഷം അവൾ പോകുന്നില്ല എന്ന് പറഞ്ഞത്. ഇത് മനു പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിലെന്തോ ചീഞ്ഞു നാറുന്നുണ്ട്. അതായത് ഒരു നിടയ്ക്കൊന്നും ഇത് പോകുന്ന ലക്ഷണമില്ല. എന്തോ ഒരു പ്രശ്നം ഇതിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്നുണ്ട്. ആ അടിത്തട്ടിലുള്ള പ്രശ്നം കണ്ടെത്താതെ എന്തായാലും വഴിയില്ല. എന്തായാലും അവളെ ഞാൻ അവിടെ നിന്ന് ഓടിപ്പിക്കും. അതിന് വേണ്ട വഴികളൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് രാജീവൻ പറയാം കേട്ടോ. അപ്പോൾ മനുവിനും ചെറിയ സംശയങ്ങളൊക്കെ തോന്നാണ് കേട്ടോ. ഇതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്. ബാലേന്ദ്രനും അലീനയും തമ്മിൽ അങ്ങനെ വേർപിരിയാൻ പറ്റാത്തൊരു ഇതുണ്ടെങ്കിൽ അതെന്താണെന്ന് എന്തോ ഒരു രഹസ്യം ഉണ്ടെന്നുള്ള കാര്യം മനുവിന് മനസ്സിലാവാണേ. അങ്ങനെ വൈജയന്തിയും അലീനയും തമ്മിൽ ആയൊരു വീണ്ടും പ്രശ്നങ്ങൾ നടക്കുകയാണ് കേട്ടോ. നീ എന്താ പോകാത്തതെന്നൊക്കെ മുത്തശ്ശിയുടെ റൂമിൽ വന്നിട്ട് വൈജയന്തി വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ. അലീനയ്ക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്നോടൊന്ന് പറഞ്ഞയക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ. കാരണം ബാഗൊക്കെ പാക്ക് ചെയ്ത് പോയ ആളല്ലേ. അപ്പോൾ അലീനോട് ചോദിക്കുന്നുണ്ട് മോളെ നീ എന്താ പോകാൻ ഞാൻ ചോദിക്കുകയാണ്. മുത്തശ്ശി എനിക്കിവിടെ നിന്ന് പോകാൻ കഴിയില്ല മുത്തശ്ശി, ഞാൻ പോയത് കൊണ്ടൊന്നും ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അതെന്താ നീ അങ്ങനെ പറയുന്നത്? അതൊന്നും മുത്തശ്ശിക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകും. ഈ കുടുംബം 2 കുടുംബമാവും. ബാലേന്ദ്ര സാർ ആകെ തകർന്നിരിക്കുകയാണ്. ബാലേന്ദ്ര സാർ പറഞ്ഞത് കേൾക്കാൻ ഇപ്പം എനിക്ക് നിവർത്തിയുള്ളൂ എന്ന് പറയുകയാണേ. അപ്പോൾ മുത്തശ്ശിക്കും എന്തോ ഒരു ഇഷ്ടക്കേട് അലിനോടൊക്കെ തോന്നാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ മനുവിനാണെന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ വരണം. എന്തായാലും ഈ രഹസ്യം അറിഞ്ഞേ പറ്റൂ. അലീനനെ ബാലേന്ദ്ര, അതായത് അങ്കിൾ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള രഹസ്യം കണ്ടെത്താനായിട്ട് മനു ഇറങ്ങിത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീനനോട് ചോദിച്ചാൽ എന്തായാലും പറയില്ല. പക്ഷെ ബാലേന്ദ്രൻ എന്തായാലും ഇനി രഹസ്യം മനുവിനോടും കൂടെ തുറന്നു പറയും. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലെ ഭാഗങ്ങൾ.